മക്കളെ, അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ അവസാനത്തേക്കായിട്ട് നമുക്ക് കുറച്ച് ലീവുകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേതൊക്കെയാണ്, എന്ന് മുതലാണ് നമ്മുടെ ലീവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും വൻ എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. കാരണം ഒരുപാട് ദിവസം ലീവ് കിട്ടുന്നു എന്നൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇൻസ്റ്റാ റീലിലൊക്കെ 10 ദിവസം ലീവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാണാറുണ്ട് അല്ലേ. കുറേ റീൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും എത്ര ദിവസമാണ് ലീവ് ഉള്ളത്, ശരിക്കും പറഞ്ഞാൽ അതിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കള്ള മടിയും കൂടെ ചേർത്തിട്ട് അല്ലേ, കുറച്ച് കള്ള ലീവൊക്കെ കൂടെ ഇടയിൽ കൂടെ ചേർത്തിട്ടാണ് പലരും ഈ 10 ദിവസം ലീവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും എത്ര ദിവസമാണ് ലീവ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മിസ് ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം തീയതിയാണ്. അപ്പം നമുക്ക് ഈ ഒരു മാസം അവസാനത്തേക്കായിട്ട്, അതായത് കൃത്യം 29-ാം തീയതി ആയിട്ടാണ് നമ്മൾ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നത്. അപ്പോൾ കുറേ പേര് വിചാരിച്ചിരിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 29-ാം തീയതി നമുക്ക് ലീവാണ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അവർ പലരും ധാരണ 29-ാം തീയതി ലീവാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും 29-ാം തീയതി ലീവ് അല്ല മക്കളെ. കാരണം എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മൾ ആ ഒരു പൂജ വെക്കാനുള്ള ആ ഒരു ദിവസം നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം വൈകുന്നേരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പുസ്തകം പൂജയ്ക്ക് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അന്നത്തെ ദിവസം എന്ത് തന്നെയായിരിക്കും, ഓൾറെഡി നമുക്ക് വർക്കിംഗ് ഡേ തന്നെയായിരിക്കും. ഓക്കെ, അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വർഷം അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, 29-ാം തീയതി വർക്കിംഗ് ഡേ ആണ്. അതിനുശേഷം 30-ാം തീയതിയാണ് എൻ്റെ കുട്ടികൾക്ക് എന്ത് വരുന്നത്, നമുക്ക് ഓൾറെഡി പുസ്തകം പൂജയ്ക്ക് വെച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് 30-ാം തീയതി നിങ്ങൾക്ക് എന്ത് തന്നെയായിരിക്കും, 30-ാം തീയതി ലീവായിരിക്കും. ഓക്കെ, 30-ാം തീയതി ലീവാണ്. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം ഒക്ടോബർ 1-ാം തീയതി നിങ്ങൾക്ക് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1-ാം തീയതി മഹാനവമി, അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലീവായിരിക്കും. അതേപോലെ തന്നെ 2-ാം തീയതി ഗാന്ധി ജയന്തിയും അതേപോലെ തന്നെ വിജയദശമിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-ാം തീയതി നിങ്ങൾക്ക് ലീവായിരിക്കും. പിന്നെ അതിനുശേഷം 3-ാം തീയതി എൻ്റെ കുട്ടികൾക്ക് ലീവില്ല. അന്നത്തെ ദിവസം കറക്റ്റായിട്ട് വർക്കിംഗ് ഡേ തന്നെയായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും സ്കൂൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ 4-ാം തീയതി ശനിയാഴ്ച ബാക്കി എല്ലാവർക്കും ലീവ് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ഹൈസ്കൂളിൽ എന്ത് തന്നെയായിരിക്കും, പ്രവൃത്തി ദിവസമായിരിക്കും എന്നുള്ളത് ഓൾറെഡി നമ്മുടെ അക്കാഡമിക് കലണ്ടറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈസ്കൂളിൽ പ്രവൃത്തി ദിവസമായിരിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം 5-ാം തീയതി സൺഡേ എൻ്റെ കുട്ടികൾക്ക് എന്തായിരിക്കും, ലീവായിരിക്കും. അപ്പോൾ ഇത്രയും ദിവസമാണ് നമുക്ക് വരുന്ന ആ ഒരു ലീവുള്ള ദിവസം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ആ ഒരു റീല് അതെങ്ങനെയാണ് വന്നതെന്ന് മിസ് പറഞ്ഞിട്ട് അതിലിങ്ങനെ 10 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, 10 ദിവസം ലീവ്. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് മിസ് അതിൻ്റെ കണക്ക് പറഞ്ഞുതരാം. അപ്പോൾ സംഭവം ഇത്രയുള്ളൂ, അത് കുറച്ച് കള്ളം മടിയൊക്കെ കൂട്ടിയിട്ടാണ് ഈ 10 ദിവസത്തെ ലീവ് വരുന്നത്. ഓക്കെ, അയ്യോ ഒരു മിനിറ്റ് പറ്റേ അതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദിവസം മുതലാണ്, അതായത് 26-ാം തീയതി മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 26-ാം തീയതി ആ കള്ളമടിയുള്ള ദിവസങ്ങളൊക്കെ മനസ്സിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു 26-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 26-ാം തീയതി എന്തൊക്കെയോ പറഞ്ഞിട്ട് കള്ളമടിയൊക്കെ എടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ അതിനുശേഷം അപ്പോൾ ഒരു ദിവസമായില്ലേ, ഒന്നായി 27-ാം തീയതി ലീവ്. പിന്നെ അതിനുശേഷം 28-ാം തീയതി ലീവ്. ഓക്കെ, അപ്പോൾ 3-ആയി. ദെൻ 29, 30, 5 ദിവസം ആയല്ലോ. അപ്പോൾ ഈ ഒരു സെപ്റ്റംബറിൽ തന്നെ 5 ദിവസം കിട്ടിയിരിക്കുകയാണ്. പിന്നെ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം പോരട്ടെ നമ്മുടെ ഒക്ടോബറിലേക്ക് എത്തുന്ന സമയത്ത് 1, 2 ഓൾറെഡി ലീവ്. അപ്പോൾ വീണ്ടും അല്ലേ 6, 7 ദിവസങ്ങൾ നമുക്ക് കിട്ടി. പിന്നെ അതിനുശേഷം 3-ാം തീയതി പലരും എന്തുതന്നെയാണ് ചെയ്യുന്നത്, 3-ാം തീയതിയും പലരും കള്ളമടിയൊക്കെ പറഞ്ഞിട്ട് ലീവ് എടുത്തു. അപ്പോൾ 8-ആയില്ലേ. പിന്നെ 4 ശനി ഞായർ. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 10 ദിവസം എന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റാ റീലൊക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ദിവസം 10 ദിവസം നമുക്ക് ശരിക്കും ലീവില്ല. മിസ്സപ്പി കൊടുത്തിട്ടുള്ള ഇത്രയും ദിവസങ്ങളാണ് നമുക്ക് ശരിക്കുള്ള ലീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലീവുള്ള ദിവസം എൻ്റെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം പുസ്തകം വെച്ചുള്ളവരോടല്ല മിസ് പറയുന്നത്, ഇപ്പോൾ പുസ്തകം വയ്ക്കാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഈ ദിവസങ്ങൾ ഒരുപാട് ദിവസം കിട്ടുന്നുണ്ട്, നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി പുസ്തകം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പുസ്തകം വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഈ ശനിയും ഞായറും ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ഉണ്ട്, കുറേ ഭാഗങ്ങൾ നമുക്ക് പെൻഡിങ് ആയിട്ടുണ്ട്. ഈ കിട്ടുന്ന ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരുപാട് ഇങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവധി ദിവസങ്ങളൊക്കെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് സമയം കളയാതെ ഇതേപോലെ നമുക്ക് ബാക്കി പെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള പഠിച്ച് തീർക്കാനായിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ച് തീർക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും വേണമെന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ മറക്കാതെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.